ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങും നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ മാലാഖമാർ. സ്വന്ത വേദനയതെല്ലാം മറന്ന സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവവചനം നമ്മോട് സംസാരിക്കുന്ന, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്ന വാക്കുകൾ ഓരോ ക്രിസ്ത്യാനിയും തങ്ങളുടെ ജീവിതത്തിൽ ധ്യാനിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതങ്ങൾ വഴി എത്രയേറെ മക്കളാണ് ഈശോയെക്കുറിച്ച് അറിയുന്നത്. ഇന്ന് മാൾട്ടയിൽ നിന്നുള്ള നഴ്സുമാർ തങ്ങളുടെ ജീവിതം വഴി അവർ പ്രഘോഷിക്കുന്ന ഈശോയെക്കുറിച്ച് നമ്മോട് പങ്കുവെക്കുമ്പോൾ ദൈവം നമ്മെയും അവിടത്തേക്ക് വേണ്ടിയുള്ള ഒരു ഉപകരണമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റീമ. ഞാൻ പാലാ സെൻറ്റ് ജോർജ് പുത്തമ്പള്ളിയുടെ ഭാഗമാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ മോനും മാൾട്ടയിൽ താമസിക്കുന്നു. എൻ്റെ പേര് നിഷ. ഞാൻ ചെങ്ങന്നൂർ പാണ്ടനാട് സെൻറ്റ് തെരേസാസ് ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ മാൾട്ടയിൽ ഹസ്ബൻഡും 4 കുഞ്ഞുങ്ങളുമായി താമസിക്കുന്നു. നിഷ നമ്മുടെ മാൾട്ടയിലെ ഇടവകയിൽ സജീവമായി പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുള്ള പ്രചോദനം എവിടെ നിന്നായിരുന്നു? റീമ ചെറുപ്പം മുതലേ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരമ്മച്ചിയെ കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. പ്രത്യേകിച്ച് എൻ്റെ അപ്പച്ചൻ്റെ മരണശേഷം അമ്മച്ചി ഈശോയിൽ ആശ്രയിക്കുന്നത് ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മച്ചി എന്നും മുടങ്ങാതെ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. ആഴ്ചയിൽ 2-3 ദിവസം അമ്മച്ചി ഉപവാസമായിരിക്കും. പിന്നീട് വിവാഹശേഷം എനിക്ക് ഈശോ തന്നൊരു സമ്മാനമായിരുന്നു ഈശോയെ ഒത്തിരി സ്നേഹിക്കുന്ന, ഈശോയ്ക്ക് വേണ്ടി ഓടി നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഹസ്ബൻഡ്. ഞങ്ങളുടെ വിവാഹശേഷം ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒത്തിരി ദൂരമൊക്കെ സഞ്ചരിക്കേണ്ടി വരുമായിരുന്നു. അന്ന് ഞങ്ങൾ വിശുദ്ധ കുർബാനയുടെ ഒരു വില മനസ്സിലാക്കി. പിന്നീട് മാൾട്ടയിലോട്ട് വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ തൊട്ടടുത്തുള്ള പള്ളികളും അതിനോട് ചേർന്നുള്ള നിത്യാരാധന ചാപ്പലുകളുമായിരുന്നു. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ ചെന്നിരുന്ന് ഈശോയോട് എൻ്റെ പ്രശ്നങ്ങളെല്ലാം പറയുകയും അവിടെ നിന്ന് കിട്ടുന്ന ശക്തി സ്വീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം, ഒരു ശക്തി എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. എൻ്റെ ജീവിതത്തിലും ഇതുപോലെ തന്നെ ഒരു മാതൃകയുണ്ടായിരുന്നു. എൻ്റെ വല്യച്ചായന് ഒരു ദിവസം പോലും കുർബാന മുടങ്ങാതെ എല്ലാ ദിവസവും വളരെ സജീവമായി കുർബാനയിൽ പങ്കെടുക്കാൻ ശ്രദ്ധിച്ചിരുന്നു. ഞങ്ങളെ കുർബാനയുടെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കുകയും കുർബാനയ്ക്ക് പോകാനായി നിർബന്ധിക്കുകയും ചെയ്യുമായിരുന്നു. വളരെ ചെറുപ്പം മുതലേ വളരെ ആഴമുള്ള ഒരു വിശ്വാസ ജീവിതമാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. വിവാഹശേഷം ഞാൻ പോയ നാട്ടിൽ അവിടെ കുർബാനയോ ബൈബിളോ കൊന്തയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നി, അവിടുത്തെ പ്രാർത്ഥനാ രീതികളും എല്ലാം. പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവിടെയും സ്ഥിരമായി ഒരു കുർബാന വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ഈശോ നമ്മുടെ ജീവിതത്തിൽ കുർബാന പങ്കെടുപ്പിക്കാനായിട്ട് അതിനുള്ളൊരു അനുഗ്രഹമായി എനിക്ക് അത് തോന്നി. പിന്നീട് കൊറോണയുടെ സമയത്ത് നമുക്കറിയാവുന്ന പോലെ പള്ളികൾ അടച്ചിടുകയും കുർബാനകൾ ഇല്ലാതിരുന്നൊരു സന്ദർഭത്തിൽ വളരെയേറെ ബുദ്ധിമുട്ട് തോന്നി. കുർബാനയെ പങ്കുകൊള്ളാൻ പറ്റാതെയും കുർബാന സ്വീകരിക്കാതെ ഇരുന്ന സന്ദർഭത്തിൽ അതിനുശേഷം മാൾട്ടയിൽ വന്നപ്പോൾ വളരെയധികം പള്ളികളും നിത്യാരാധന ചാപ്പലുകളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ദിവസവും കുർബാനയിൽ പങ്കുകൊള്ളുവാനുള്ള സാഹചര്യം അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അതോടൊപ്പം നിഷ, എനിക്ക് കുർബാനയോട് ഭയങ്കരമായ ഒരു അടുപ്പമുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ യേശു ഇടപെട്ട വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് കുർബാന ഒരിക്കലും മുടക്കുവാനോ കുർബാനയിൽ സംബന്ധിക്കാതിരിക്കുവാനോ സാധിക്കുമായിരുന്നില്ല. റീമയുടെ ജീവിതത്തിൽ ഈശോ ഇടപെട്ട ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ, അതെന്തായിരുന്നു? ഞങ്ങളുടെ മോൻ ജനിക്കുന്നത് ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം 4-ാം വർഷമാണ്. അവനെ പ്രാർത്ഥനയിലൂടെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. മോന് ഉണ്ടായി 10 മാസം ഞങ്ങൾ സൗദി അറേബ്യയിലുണ്ടായിരുന്നു. അതിനുശേഷം ഞാനൊരു ലോങ് വെക്കേഷന് നാട്ടിലേക്ക് കടന്നുപോയി. ആ സമയത്ത് ഞങ്ങൾ അവൻ്റെ 1-ാം പിറന്നാൾ നാട്ടിൽ ആഘോഷിക്കണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സമയമായിരുന്നു. കുടുംബക്കാരും എല്ലാവരും ഒത്ത് സന്തോഷത്തോടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. മോന് 1 വയസ്സ് പ്രായമുള്ള ആ സമയത്ത് തന്നെയാണ് അവനൊരു പനി പിടിക്കുന്നത്. അപ്പോഴാണെങ്കിൽ സാധാരണ പനി എന്ന് നമ്മൾ വിചാരിച്ചു. 1-ാം ദിവസം കഴിഞ്ഞ് 2-ാം ദിവസമായപ്പോഴേക്കും മോന് യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ടെൻഷനായി. ഞാനൊരു അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് സാരമില്ല, പനിയോട് അനുബന്ധിച്ച് അങ്ങനെ ആയതായിരിക്കാം, ഫുഡ് കുറഞ്ഞത് കൊണ്ടൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ റീമ ഒരു നേഴ്സായതുകൊണ്ട് റീമ യൂറിൻ ഔട്ട്പുട്ട് കുറഞ്ഞത് ഒത്തിരി ശ്രദ്ധിച്ചായിരുന്നു. അതെ നിഷ, ഞാനത് വളരെയധികം ശ്രദ്ധിച്ചു. കാരണം 1-ാം ദിവസവും 2-ാം ദിവസവും അവന് യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2-ാം ദിവസം ഞാൻ അവനെ വേറൊരു ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ മോനെ ചെക്കപ്പ് ചെയ്തു. പക്ഷേ അതിൻ്റേതായ കുഴപ്പങ്ങളൊന്നും കണ്ടില്ല. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു പനിയുടേതായ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അതിനുവേണ്ടി മോനെ അഡ്മിറ്റ് ചെയ്തു, ഒബ്സർവേഷനിൽ വെച്ചു. അതിനുശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴാണ് ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോന് ക്രിയാറ്റിൻ്റെ യൂറിയയുടെ അളവ് കൂടുതലാണ്, അപ്പോൾ ഇവിടെ ട്രീറ്റ്മെൻറ്റിന് പറ്റത്തില്ല, അതുകൊണ്ട് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കോട്ടയത്തുള്ള വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും അവിടുത്തെ ഡോക്ടേഴ്സിനും അവനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം കുട്ടികളുടേതായ കിഡ്നി സ്പെഷ്യലിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നില്ല.
അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ എറണാകുളത്തുള്ള വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നതിന് ശേഷം ഡോക്ടേഴ്സ് മോനെ പരിശോധിച്ചു. യൂറിൻ പോകാനുള്ള കത്തീറ്റർ ഇട്ടിട്ട് യൂറിൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു എനിവേ മോനെ അഡ്മിറ്റ് ചെയ്യണം. അപ്പോഴവർ പീഡിയാട്രിക് കുട്ടികളുടെ ICUയിലേക്ക് അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അവനെ മോൻ കൂടുതൽ അസുഖങ്ങൾ കാണിച്ചു തുടങ്ങി. അപ്പോഴത്തേക്ക് അവർ IV ഫ്ലൂയിഡും BP മോണിറ്ററും എല്ലാം വെച്ചു. പിന്നെ ICUയിലായതുകൊണ്ട് പേരൻസിനെ അവിടെ നിർത്തത്തില്ലല്ലോ. അവരെന്നോട് പുറത്ത് പോയി നിൽക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി. ആ കുഞ്ഞിനെ അവിടെ നിന്ന് എനിക്ക് ഇട്ടിട്ട് പോകാൻ തോന്നിയില്ല. പക്ഷേ പുറത്ത് നിൽക്കാതെ വയ്യല്ലോ. ആ സമയം എൻ്റെ മനസ്സിൽ തോന്നിയത് യേശുപിതാവിനെയും മാതാവിനെയും ഈശോയെയും ആ ബെഡിൻ്റെ സൈഡിൽ നിർത്തി ചുറ്റും മാലാഖമാരെയും കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പുറത്തേക്ക് പോകുന്നത്. റീമ ഒത്തിരിയേറെ പ്രയാസങ്ങളിലൂടെ കടന്നു പോയപ്പോഴും റീമ ഈശോയോട് ചേർന്ന് നിന്നല്ലോ. അതെ, എനിക്ക് ആ സമയത്ത് എനിക്ക് യേശു മാത്രമേ എൻ്റെ കൂടെയുള്ളൂ, യേശുവിന് മാത്രമേ എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും യേശുവാണ് ഏറ്റവും വലിയ വൈദ്യനും സുഖപ്പെടുത്തുന്ന ആളും. അതുകൊണ്ട് എനിക്ക് യേശുവിലോട്ട് തന്നെയാണ് അഭയം പ്രാപിക്കാൻ തോന്നിയത്. പുറത്തിറങ്ങിയ ശേഷമാണെങ്കിലും എനിക്ക് നിരന്തരമായി കൊന്ത ചെല്ലാനും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവൻ്റെ നെറ്റിയിലും കൈകാലുകളിലും കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലാനുമാണ് എനിക്ക് തോന്നിയിരുന്നത്. ഓരോ ദിവസവും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമായിരുന്നു. അവന് 2-ാം ദിവസം തൊട്ട് യൂറിൻ ഔട്ട്പുട്ട് വന്നു. പക്ഷേ ക്രിയാറ്റിൻ്റെ ലെവൽ കുറഞ്ഞിരുന്നില്ല, കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് നമ്മളുടെ അടുത്ത് വന്ന് പറയും റൗണ്ട്സിന് ശേഷം. 4-ാം ദിവസമായിട്ടും വ്യത്യാസമൊന്നും കണ്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അത് കുഞ്ഞിനെ ദോഷമായി ബാധിക്കും, അതുകൊണ്ട് ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഒരു നിമിഷം എനിക്ക് ഒട്ടും സ്വീകാര്യമായിരുന്നില്ല. കാരണം ഒരു ഡയാലിസിസിലേക്ക് കുഞ്ഞ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താവും എന്നായിരുന്നു എൻ്റെ ഒരു ടെൻഷൻ. അപ്പോൾ ഞാൻ ഈശോയോട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. വളരെ നോർമലായിട്ടുള്ള ഒരു കുഞ്ഞിനെ, ഓടിച്ചാടി നടക്കുന്ന ഒരു കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പിറ്റേന്നൊരു ഞായറാഴ്ചയായിരുന്നു. എനിക്ക് പള്ളിയിൽ പോയി കുർബാന കണ്ട് പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ ഉള്ളിൽ ശക്തമായി തോന്നി. ഞങ്ങൾ അടുത്തുള്ളൊരു പള്ളിയിൽ കുർബാനയ്ക്ക് പോയി. കുർബാന കണ്ടുകൊണ്ടിരുന്നപ്പോൾ കുർബാനയിൽ ഞാൻ ശ്രദ്ധിച്ചു പോലെയൊന്നും എനിക്കറിയില്ല, പക്ഷേ ഉള്ളുരുകി യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. കുർബാന സ്വീകരിച്ചു. അവിടുന്ന് ഇറങ്ങിയപ്പോൾ അന്ന് സൺഡേ കുർബാനയുടെ 2-ാം കുർബാനയായിരുന്നു. അന്ന് കുട്ടികളുടെ റിട്രീറ്റ് നടക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ എനിക്കൊരു പ്രചോദനം തോന്നി ആ കുട്ടികളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയുള്ള അച്ഛനെ കണ്ടിട്ട് അച്ഛനോട് ഞാൻ പ്രാർത്ഥനാ സഹായം ചോദിച്ചു, കുട്ടികളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി. കാരണം കുട്ടികളുടെ പ്രാർത്ഥന യേശു വേഗം കേൾക്കുമെന്ന് എനിക്ക് ഒരു തോന്നൽ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. അതിനുശേഷം ഞാൻ എന്തെന്നില്ലാത്തൊരു പ്രത്യാശയോടെയാണ് ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നെ ഫോൺ വിളിച്ചിട്ട് എത്തിയപ്പോഴത്തേക്കും തന്നെ ഹസ്ബൻഡ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നത്തെ റൗണ്ട്സ് കഴിഞ്ഞു, കുഞ്ഞിൻ്റെ ബ്ലഡ് ലെവൽസിൽ ഇന്ന് കുറവുണ്ട്, അതുകൊണ്ട് ഇനി മുതൽ ഡയാലിസിസ് വേണ്ടി വരത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു. നിഷ, അപ്പോഴെല്ലാം എന്നെ ശക്തിപ്പെടുത്തിയ തിരുവചനം ഇതായിരുന്നു. സങ്കീർത്തനം 34-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവ്വഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. ആമേൻ. എനിക്ക് ഉറപ്പാണ് നിഷ, കർത്താവ് തൊട്ടിട്ടാണ് എൻ്റെ മകനെ സുഖപ്പെടുത്തിയതെന്ന്. നിഷ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അന്ന് ആ കുർബാനയിൽ ഞാൻ പങ്കുചേർന്നപ്പോൾ, കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവ് എൻ്റെ മകനെ തൊട്ട് സുഖപ്പെടുത്തിയെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവിനെ നോക്കിയവരാരും ലജ്ജിതരാവുകയില്ല എന്ന തിരുവചനമാണല്ലോ റീമയുടെ ജീവിതത്തിൽ അന്വർത്ഥമായത്. അതെ നിഷ.
റീമയുടെ കുഞ്ഞിന് ഇപ്പം എത്ര വയസ്സുണ്ട്? മോനിപ്പോൾ 11 വയസ്സായി. അവൻ മാൾട്ടയിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മിടുക്കനായിട്ടിരിക്കുന്നു. റീമയുടെ മോനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പറ്റി ഓർത്തത്. എനിക്ക് 4 കുഞ്ഞുങ്ങളാണുള്ളത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 6-ാം വാക്യം, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അവർ അതിൽ നിന്ന് പിന്തിരികയില്ല. ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈശോയോട് ചേർത്ത് നിർത്തി അവരെ വളർത്താനായിട്ട് ഒത്തിരിയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ അവിടേക്ക് ട്രാവലിംഗ് ടൈമിൽ ആ സമയത്ത് ഞാൻ അവരെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുക്കും. അന്ന് വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കേണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്, അവർ എന്തൊക്കെ ചെയ്യണം, അന്നത്തെ പ്രത്യേക മധ്യസ്ഥനായ എന്തെങ്കിലും വിശുദ്ധൻ്റെ കഥകളെല്ലാം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അവരെ പ്രത്യേകം ഒരുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകമായി ഞാനൊരു സംഭവം ഇപ്പോൾ ഓർക്കുന്നത്, നമ്മുടെ മാൾട്ടയിൽ ഡാനിയേൽ അച്ഛൻ്റെ ധ്യാനം വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, അടുത്ത ദിവസം പ്രാർത്ഥന ആവശ്യമുള്ള വിഷയങ്ങൾ ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, നിങ്ങളും പേപ്പറിൽ നിങ്ങൾക്ക് ഈശോയോട് എന്താണ് പറയാനുള്ളത് അത് എഴുതിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ വിചാരിച്ചത് അവർ കൂടുതൽ പഠിക്കാനുള്ള ബുദ്ധി വേണമെന്നായിരിക്കും, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ എന്തെങ്കിലും കാര്യമായിരിക്കും എഴുതിയത് എന്നാണ് വിചാരിച്ചത്. ഞാൻ അവരറിയാതെ ഒരാളുടെ പേപ്പർ ഞാനൊന്ന് തുറന്നു നോക്കി. എന്നെ വളരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിൽ ഒരേ ഒരു വാചകം ഉണ്ടായിരുന്നുള്ളൂ, ഓ ലോർഡ് ഓൾവേസ് സ്റ്റേ ഇൻ മൈ സൈഡ് എന്ന് മാത്രമായിരുന്നു അതിൽ എഴുതിയത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മൾ പഠിപ്പിച്ച ഒരു രീതിയിൽ, ആ ഒരു വഴിയിൽ കുഞ്ഞുങ്ങൾ നടക്കുന്നുണ്ട്. അവർക്ക് ഈശോയെ മാത്രം മതി എന്നുള്ളൊരു കാര്യം എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. റീമ, നിഷ നേഴ്സസ് മിനിസ്ട്രിയിൽ വരുന്നതിന് മുൻപും അതിനുശേഷം വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നേഴ്സസ് മിനിസ്ട്രിയിൽ വരുന്നതിന് മുമ്പ് പള്ളി വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഒന്നിനും മുമ്പോട്ട് വരാറില്ലായിരുന്നു. പള്ളിയിൽ ഒരു ബൈബിൾ വായിക്കാനുള്ള ധൈര്യം പോലും എനിക്കില്ലായിരുന്നു. ജോലി മേഖലയുടെ കാര്യം പറഞ്ഞാൽ ഞാൻ അന്ന് അസൈൻ ചെയ്തിട്ടുന്ന പേഷ്യൻസിനെ നോക്കുന്നു, തിരിച്ചു വരുന്നു. അതല്ലാതെ എനിക്ക് അവരോട് ഒരു സ്നേഹമോ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. മാൾട്ടയിൽ ഇൻ്റർനാഷണൽ ടീം വരികയും അവരുടെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് ഈശോയ്ക്ക് വേണ്ടി ഇതുവരെയും ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നത്. എനിക്കങ്ങനെ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു തോന്നലുണ്ടായി. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, അവർക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം ഞാൻ അവരിൽ നിക്ഷേപിക്കും. ഈശോ ശരിക്കും എൻ്റെ ഹൃദയത്തെ മാറ്റുകയായിരുന്നു. എന്നെ അടുത്തറിയാവുന്ന എല്ലാവരും എൻ്റെ ഈ മാറ്റം കണ്ട് വളരെ അത്ഭുതത്തോടുകൂടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ്. ഞാൻ പള്ളിയോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങി. ഞാൻ സൺഡേ ക്ലാസ് പഠിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ രോഗികളെ ഈശോയെ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. അങ്ങനെ അവരിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ കാണാനായിട്ട് സാധിച്ചു. ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കൂട്ടായ്മയിൽ ശക്തമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഒരുമിച്ച് കുർബാനകളും കുമ്പസാരവും ഒക്കെ സംഘടിപ്പിക്കാൻ തുടങ്ങി. അനേകം മക്കളെ വിശുദ്ധ കുർബാനയിലോട്ടും കുമ്പസാരത്തിലോട്ടും അടുപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഒത്തിരി പേര് ഞങ്ങളോട് ജപമാലയും ബൈബിളെല്ലാം ചോദിച്ചു വാങ്ങാനായിട്ട് തുടങ്ങി. ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ മോൻ്റെ രോഗസൗഖ്യത്തിന് ശേഷം ഈശോയോട് എനിക്ക് കൂടുതൽ അടുക്കുവാൻ സാധിച്ചു. പക്ഷേ നഴ്സിംഗ് ജോലിയിൽ എനിക്ക് രോഗികളോടൊരു പ്രത്യേകമായ ഒരു അടുപ്പമോ ഒരു സ്നേഹമോ അതിനേക്കാളും ഉപരി എൻ്റെ ഡ്യൂട്ടി ചെയ്ത് തീർത്ത് വീട്ടിൽ പോവുക എന്നുള്ള ഒരു രീതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം രോഗികളോട് നമുക്ക് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാനും അവരിൽ യേശുവിനെ കണ്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് യേശുവിന് വേണ്ടി അവർക്ക് ചെയ്ത് കൊടുക്കുവാനും അങ്ങനെയൊക്കെ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഒരു പ്രൊഫഷനിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായത് ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷമാണ്. പലപ്പോഴും കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ ചെയ്ത് വീഴ്ച വരുമ്പോഴും ഈശോയുടെ ഇടയ്ക്കിലേക്ക് തിരികെ ഓടിച്ചെന്നുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാനായി ഞാനിപ്പോൾ ശ്രമിച്ചു തുടങ്ങി. അതേ റീമ, നേഴ്സസ് മിനിസ്ട്രിയുടെ ആപ്തവാക്യം തന്നെ എ കോൾ ടു ബി എ സെയിൻറ്റ് എന്നാണല്ലോ. നമ്മൾക്ക് ഈ കൂട്ടായ്മയിലൂടെ ഈശോ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജോലി മേഖലയിലും നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് നന്ദി പറയാം. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ദൈവസ്നേഹത്തിൽ നിറഞ്ഞ ഒരു നഴ്സ്
തൻ്റെ ശുശ്രൂഷാ മേഖലയിലും വ്യക്തി ജീവിതത്തിലും ഈശോയിൽ നിറഞ്ഞ് ജീവിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക എന്ന് ഇവരുടെ ജീവിത സാക്ഷ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളും ദൈവം തൊട്ട ജീവിതങ്ങളായി മാറി അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ. ആമീൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.